ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കോട്ടയം സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 സവോള 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ടെന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാം കൂടെ കുക്കറിലിട്ട് വേവിക്കാനായിട്ടാണ്. അപ്പം മീഡിയം രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്. അതും കൂടെ ഒന്ന് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉള്ള പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ എല്ലും ബീഫും കൂടെ ഉള്ളതാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ കിട്ടുന്നത് നാട്ടിലെ ബീഫല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസമുണ്ട്. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബീഫിൻ്റെ കൊഴുപ്പും കൂടെ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കപ്പയ്ക്കകത്തും ഇതിനകത്ത് വരുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. അപ്പം ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സവോളയ്ക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിനും കൂടി ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി അത്യാവശ്യമാണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുക്കർ മൂടി ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 3-4 വിസിലടിപ്പിച്ച് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം ഇതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിത് വെന്തതിന് ശേഷം കാണാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1.5 കിലോയോളം കപ്പയുണ്ട്. നല്ലതാണോന്നൊന്നും അറിയത്തില്ല, എന്നാലും കണ്ടിട്ട് നല്ല കപ്പയാണെന്ന് തോന്നുന്നു. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്ന് തിളപ്പിച്ചൂറ്റുവാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങായും ജീരകവും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഊറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കപ്പയ്ക്കകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ഈ അരപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഒന്ന് മൂടി വെച്ചൊന്ന് ആവിക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് ആവി കയറി വന്ന സമയത്ത് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഈ തേങ്ങ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കപ്പ കുഴച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൊത്തം ബീഫും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കപ്പയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനാവശ്യമുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് എത്രയാണോ ആവശ്യം അത്രയും ബീഫും അതിൻ്റെ എല്ലും ചാറും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തപ്പം കുറച്ചൊരു ബീഫിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിന് ശേഷം അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം.
അപ്പം ഞാനിത് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.